അപ്പോൾ കണ്ടോ, ഇതാണ് കേട്ടോ മുള്ളൻചക്ക. നല്ല പഴുത്ത മുള്ളൻചക്ക കണ്ടോ. പഴുക്കുന്ന സമയത്ത് ഇതുപോലെ, അല്ലെങ്കിൽ മൂപ്പത്തുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഭാഗത്ത് കണ്ടോ അതുപോലെ മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് പറിച്ചു വെക്കാം. അപ്പോൾ 1-2 ദിവസം കൊണ്ട് പഴുക്കും. ഇത് കുറച്ച് ചെറിയ പഴമാണ് കേട്ടോ. നമുക്ക് പറിച്ചൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ചെറുതേ കിട്ടിയുള്ളൂ. മരത്ത് നല്ല വലുതൊക്കെ ഉണ്ട്. ഒരു 900 ഗ്രാമൊക്കെ ഉള്ള വലിപ്പമുണ്ട്. ഇത് കുറച്ച് ചെറുതാണ്. അപ്പോൾ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കണ്ടില്ലേ, സാധനം കണ്ടില്ലേ, ഇതാണ് മുള്ളൻചക്ക കേട്ടോ. അപ്പം നമ്മളിത് കഴിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾക്ക് മുള്ളൻചക്കയുടെ മരം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ 1-2 മുള്ളൻചക്കയുടെ മരങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം നന്നായിട്ട് കാഴ്ചകൾ മരം നമുക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് മുള്ളാത്ത അതല്ലെങ്കിൽ മുള്ളൻചക്ക മരം. ചെറിയ മരമാണ്. ചെറിയ മരമാകുമ്പോഴത്തേന് നന്നായിട്ട് കായ്ക്കൂട്ടോ. പ്രത്യേകിച്ച് പരിചരണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കായ്ക്കുന്നൊരു മരമാണിത്. പക്ഷെ നമ്മളെ മരത്തിൽ നിറച്ച് പുളിയറമ്പാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഈ കായലൊക്കെ പുളിയറമ്പിട്ട് പൊത്തിരിക്കുകയാണ്. ഇതുപോലെ ഇതിൻ്റെ കായലും കൊമ്പിലും ഇലയിലും മൊത്തം പുളിയറമ്പാണ്. ഒരെണ്ണം കിട്ടണത് തന്നെ വലിയ പാടാണ്. കണ്ടില്ലേ, നമ്മൾ ഈ മരത്തിൽ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കായുണ്ട്. ഇത് പൊതുവേ കറി വെച്ചിട്ട് ഒക്കെ അതുപോലെ കഴിക്കുന്ന ഒരു സാധനമാണ്. ക്യാൻസറിനൊക്കെ നല്ല മരുന്നായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കേണ്ട ഈ സാധനം. അപ്പോൾ ഇത് എല്ലാവർക്കും ചിലപ്പോൾ കഴിക്കാൻ പറ്റിക്കോളന്നില്ല, ടേസ്റ്റ് അതിന് ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പോൾ കറി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് പഴുപ്പിച്ച് കഴിച്ചാണ്ടല്ലോ സൂപ്പറാണ്. ഒരു പുളിയോട് കൂടിയുള്ള നല്ല സൂപ്പർ മധുരമാണ്. ഐസ്ക്രീം ഉണ്ടാക്കാനും പറ്റും, അതുപോലെ ഷേക്ക് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ പുഡിങ്, അതിനൊക്കെ പറ്റിയ സാധനമാണ്. പഴുപ്പിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കി, സൂപ്പറാണ്. ഇങ്ങനെ കഴിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ കുരു കഴിക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ കുരുവിനൊരു വിഷാംശം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പുളിയറമ്പാണ്, അടുക്കാൻ പറ്റില്ല. ഇത് മൂക്കിനേൻ്റെ മുമ്പ് ഇതുപോലെ നല്ല പച്ചയായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മൂപ്പെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അടയാളം എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളർ ഇങ്ങനെ വരാൻ തുടങ്ങും. കണ്ടോ കണ്ടോ, നന്നാക്കി പഴുത്തുണ്ട് കേട്ടോ. ഇതിങ്ങനെ കഴിക്കാൻ മാത്രം നമുക്ക് കഴിച്ചു നോക്കാം. സൂപ്പറാണ്, നല്ല മധുരമുണ്ട്, അത്യാവശ്യം നല്ല പുളിയുണ്ട്. ഇത് കഴിക്കാൻ മാത്രമല്ല, അത് ജ്യൂസ് അടിക്കാൻ, അതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കാൻ, പുഡിങ്, അതിനൊക്കെ സൂപ്പറാണ് സാധനം കേട്ടോ. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ കുരു നമ്മൾ ഒരിക്കലും കഴിക്കരുത്. ഇപ്പോൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ കുരു ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം കഴിക്കാൻ. അത് കറി വെക്കുകയാണെങ്കിലും ഇതിൻ്റെ കുരും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വേണം കഴിക്കാൻ. ഇതിൻ്റെ കുരുവിൽ ഒരു വിഷാംശം അടങ്ങിയിട്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കുരു വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് കേട്ടോ മുള്ളൻചക്ക. നല്ല പഴുത്ത